ഇപ്പോൾ സണ്ണി ജോസഫ് എം.എൽ.എ നമുക്കൊപ്പം ചേർന്നു. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം താങ്കൾ തന്നെ നേരിട്ട് അത് കാണുകയുണ്ടായി. ഇത് ഈ ഹർത്താലും തുടർന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണല്ലോ ഉള്ളതല്ലേ? ഈ നടപടികൾ പെട്ടെന്ന് പരിഹരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴെങ്കിലും ജനങ്ങൾക്കുണ്ടോ വനം മന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം? ജനങ്ങൾക്ക് അങ്ങനെ വലിയൊരു പ്രതീക്ഷയില്ല. ജനങ്ങൾക്ക് പ്രതിഷേധമാണത്. ഈ പ്രതിഷേധം ആദ്യമായിട്ടല്ല ഉയരുന്നത്. ഇതിനു മുൻപ് മാർലത്തും പരിസര പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലെ വനത്തിൽ നിന്ന് വളരെ ദൂരത്തില് വനാതിർത്തിയിലെല്ലാം നിരവധിയായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുണ്ട്. ആർലത്ത് തന്നെ 3 മന്ത്രിമാര് വന്നൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അന്ന് ഒരു ചെത്തൊഴിലാളി ആനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു. അന്നെല്ലാം ഈ ഉറപ്പുകളും കാര്യങ്ങളും പറയുന്നെങ്കിൽ പോലും ഇവിടെ മതിലിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കൃത്യമായിട്ട് 2020 ഭരണാനുമതി കിട്ടിയതാണ് ആർളം ആനമതിൽ. 2020 ഭരണാനുമതി കിട്ടണമെങ്കിൽ 18 തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് 2018. ഇപ്പോൾ അതെന്തായി? ഇപ്പോഴും അതിന് പ്രവൃത്തി നിലച്ചിരിക്കുകയാണ്. പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രവൃത്തി നിലച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കശുവണ്ടി സീസണിലും ആനകളെ തുരത്തുന്ന ഈ കശുവണ്ടി സീസണിൽ ആനകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു കാര്യം, ഈ ആദിവാസികളെ കശുവണ്ടി ശേഖരിക്കാൻ ഈ പറമ്പിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് എല്ലാ കശുവണ്ടി സീസണിലും ആനയെ പ്രത്യേകം തുരത്തുന്ന ഒരു യജ്ഞം തന്നെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് നടന്നിട്ടില്ല. അങ്ങനെയുള്ള കുറ്റകരമായ അനാസ്ഥയുണ്ട്. അതുപോലെ കാട് വെട്ടി തെളിക്കാൻ ഞാൻ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ഞാൻ തന്നെ ആർലത്തുനിന്ന് ചോദിച്ചു, ഇപ്പൊ ജനവാസ മേഖലയിൽ എത്ര ആനയുണ്ടെന്ന്. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ മറുപടി 30, വേറൊരാൾ 40. ശരി, 30 ഉണ്ടല്ലോ. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളുടെ എണ്ണമാണ് ഞാൻ ചോദിച്ചത് 30. അതറിയുന്ന ആളുകൾ 30 ആനകൾ ജനവാസ മേഖലയിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സ്കൂളിൽ പോകുന്നവര്, ജോലിക്ക് പോകുന്നവര്, ആശുപത്രിയിൽ പോകുന്നവര്, ഇവരെല്ലാം ഉള്ള സ്ഥലത്ത് ഇത്രയും ആനകൾ തമ്പടിക്കുമ്പോൾ അതിനെ തുരത്താനുള്ള നടപടികൾ വേണം. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്. അവരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം വേണം. ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടോ അന്നേരത്തെ ഒരു തട്ടിക്കൂട്ടിലെ ഒരു പരിപാടി കൊണ്ടോ മാത്രം ഈ പ്രതിഷേധവും ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. പ്രശ്നം അതീവ ഗുരുതരം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ സണ്ണി ജോസഫ്, വനം മന്ത്രി എപ്പോഴും പറയുന്നത് ഇതിനു മുൻപ് ഈ വകുപ്പ് ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വിഷയം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല, ഇതിനൊരു സമയം വേണമല്ലോ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് കടക്കുന്നില്ലല്ലോ എന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. അതിപ്പോഴും വനം മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, മന്ത്രി ഇതിനെ രാഷ്ട്രീയീകരിക്കാൻ നിൽക്കരുത്. ഞാൻ ഇന്നലെ ഞാൻ ആ സ്പോട്ടിൽ പോയിട്ട് ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഈ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം എന്ന നിലപാട് ഞാൻ മന്ത്രിയായിട്ട് സംസാരിച്ചു, കളക്ടറുമായിട്ട് സംസാരിച്ചു. സബ് കളക്ടർ വന്നപ്പോൾ അവരെ കൂട്ടിപ്പോയി. എന്റെ നിലപാടിനെ എതിർത്തിയ ആൾക്കാരുണ്ടറിയോ? ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയം കാണുകയല്ല. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. മന്ത്രി പറയുന്ന ഈ അടുത്ത കാലത്തല്ലേ നിങ്ങൾ ചാനലുകൾ ഈ വിഷയം ഏറ്റെടുത്തപ്പോഴാണ്. നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ചെറുത രൂപത്തിലുണ്ടായിരുന്നു. ഈ സമീപ കൃത്യമായിട്ട് കണക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്, നിയമസഭയിലെ ചോദ്യോത്തരത്തിലുണ്ട്. ഈ ഒരു 8 കൊല്ലക്കാലം കൊണ്ട് ഞാൻ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ കളറായിട്ട് ഞാൻ പറയല്ല. യാഥാർത്ഥ്യം എന്താണ്? ഈ കഴിഞ്ഞ ഒരു 6-7 കൊല്ലം കൊണ്ടാണ് ഇത് അതിരൂക്ഷമായിട്ട് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ചാനലുകൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഫീച്ചർ എഴുതിയിട്ടുണ്ടോ? എഡിറ്റോറിയൽ പേജുകൾ നിറഞ്ഞിട്ടുണ്ടോ? സമരങ്ങൾ ഇത്ര രൂക്ഷമായിട്ടുണ്ടോ? ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഹർത്താലുകൾ വന്നിട്ടുണ്ടോ? നൗ ഇറ്റ് ഈസ് ദാറ്റ് മച്ച് സീരിയസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തെ അങ്ങനെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി. ശ്രീ സണ്ണി ജോസഫ് എം.എൽ.എ കൂടിയാണ് നമുക്ക് പ്രതികരിച്ചത്.